ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുംഭാഷ്ടമിയാണ്. കുംഭമാസം നടക്കുന്നതുകൊണ്ടാണ് കുംഭാഷ്ടമി എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമുക്കിവിടെ വലിയൊരു ആഘോഷമാണ്. ഈ കുംഭമാസത്തിൽ വൈക്കത്തപ്പനും ഉദയനാരത്തപ്പനും പ്രജകളെ കാണാൻ വരുന്നതാണ് ഇത് സംഭവം പരിപാടി. അപ്പം നമ്മുടെ ഈ ഭാഗത്തേക്കാണ് ഇത് എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയുന്ന കാര്യങ്ങൾ. ഈ പ്രജകളെ കാണാൻ വരുന്നത്, അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കുറേ പാടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പറയൊക്കെ മെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളാണെങ്കിലും നമുക്ക് കൊയ്ത് കിട്ടിയ ഒരു പറ നെല്ല് നമ്മൾ എപ്പോഴും കാഴ്ച വെക്കും. അങ്ങനെ അപ്പം ഞങ്ങളുടെ പാടത്തു നിന്നും അങ്ങനെ എല്ലാവരും ഈ വിതച്ചിട്ടുള്ള ആരൊക്കെയാണോ അവരൊക്കെ കൊയ്തിട്ട് നമുക്ക് വൈക്കത്തപ്പൻ അത് കാണിക്കായിട്ട് വെക്കും. പിന്നെ വൈക്കത്തപ്പൻ മകനായ ഉദയനാരത്തപ്പനെ ഈ പ്രജകളെല്ലാം കാണിക്കാൻ വരുന്നു, അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, നിങ്ങൾ വല്ല ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പം പണ്ട് ഈ പാല ഇല്ലാത്തതുകൊണ്ട് ചെറിയ മുട്ട് പാല ഇടുമായിരുന്നു. അങ്ങനെയാണ് അതിലേക്കൂടെയൊക്കെയാണ് പുഴ കടന്നാണ് വന്നുകൊണ്ടിരുന്നത്. പണ്ട് പറയണമെങ്കിൽ വൈക്കത്തപ്പൻ നീന്തിയ വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കഥകളുണ്ട്. അങ്ങനെ വൈക്കത്തപ്പനും ഉദയനാരത്തപ്പനും വന്നു. ഫസ്റ്റ് വരുന്നത് ഉദയനാരത്തപ്പനാണ്. മകനെ കാണിച്ചുകൊണ്ട് പുറകിൽ കഥ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ വരുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. അങ്ങനെ പുറകിൽ വൈക്കത്തപ്പൻ. അപ്പോൾ നമ്മൾ കാണിക്കയൊക്കെ ഇടണം. അപ്പോൾ ഓരോ പറകൾ നിറയ്ക്കുകയും അതെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കൂടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇത് 3 സ്ഥലത്ത് നിർത്തും. ആദ്യം വഴമന എന്ന് പറഞ്ഞ സ്ഥലത്തും, പിന്നെ കത്തറയെന്ന് പറയുന്ന ഒരു സ്ഥലവും, പിന്നെ ലാസ്റ്റ് കള്ളാട്ടിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി ലാസ്റ്റ് ഇച്ചിരി കൂടുതൽ വെക്കും. അങ്ങനെയാണ് ഈ 3 സ്ഥലത്തും അന്നദാനവും വലിയ ചടങ്ങായിട്ടാണ് നടത്തുന്നത്. അങ്ങനെ ഇതാണ് കുംഭത്തിലുള്ള അഷ്ടമി. ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വലിയ അഷ്ടമിയായിട്ട് നമ്മൾ കാണുന്നതും. പിന്നെ ദൈവത്തിന് ഇങ്ങനെ ഇറക്കി ഓരോ അമ്പലത്തിലും ഇങ്ങനെ വെക്കും, 3 അമ്പലത്തിലും. അപ്പം അവരിറക്കിയപ്പോൾ നമ്മൾ സാധാരണ തൊഴാറുണ്ടായിരുന്നു. ഇത്തവണ ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തൊഴാൻ പോയില്ല. ഇങ്ങനെ കണ്ടപ്പോൾ മാത്രമുള്ള തൊഴിലും ഉണ്ടായുള്ളൂ. അവിടെ ഇറക്കിയിട്ട് അതിങ്ങനെ കാണാൻ നല്ല രസമാണ്. ദൈവത്തിന് 2 പേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. അപ്പം ഞാനത് കണ്ടില്ല കൈസേറ്റം. ലാസ്റ്റ് തിരിച്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ പോകും. 2ാമത് വിളക്കൊക്കെ കത്തിച്ച് ആൾക്കാർ നിൽക്കും. അങ്ങനെ അനിയോട് ബൈയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുംഭാഷ്ടമി അവസാനിച്ചു.